ഹായ്, ഞാൻ ദീപ. ഇന്ന് അന്ന ബാംഗ്ലൂർ പോയേക്കാണ്. ഫസ്റ്റ് ടൈമാണ് അവൾ വീട്ടിൽ നിന്ന് കുറേ ദിവസത്തേക്ക് പോകുന്നത്. വൺ ഡേ ടൂറൊക്കെ അവൾ പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ആഴ്ചയെ വരത്തുള്ള ആൾ. അപ്പം പോകാൻ നേരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, അമ്മ എനിക്ക് വിഷമം വരുന്നു, പോണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് അവൾ പോകാറായപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ ഇങ്ങനെ പ്രീ ഡിഗ്രി സമയത്ത്, അവൾ ഇപ്പോൾ +2 ആണല്ലോ, അപ്പോൾ ഞാനൊക്കെ ഈ പ്രീ ഡിഗ്രി സമയത്ത് ടൂർ വന്ന സമയത്ത് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ ആലോചിച്ചിട്ടാണ്. വീട്ടിലെന്ന് ഭയങ്കര ദാരിദ്ര്യം എന്നൊന്നല്ല, അച്ചാച്ചിക്ക് ബിസിനസ്സാണ്, മൊത്തം റോളിംഗ് ആണ് അച്ചാച്ചി. അപ്പം അങ്ങനെ ഇരിക്കുന്ന അച്ചാച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനം എടുക്കുവാണ്, വേണ്ട പോണ്ട. അന്ന് എനിക്ക് തോന്നുന്നു 3000 5000 അങ്ങനെ കണ്ട റേറ്റ് കണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് വേണേലും അച്ചാച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചാച്ചി എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ച് റെഡിയാക്കിയൊക്കെ തരും. പക്ഷെ നമ്മുടെ ഒരു മനസ്സ് അനുവദിക്കുന്നില്ല അച്ചാച്ചിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പം പറഞ്ഞില്ല. അതുമല്ല, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞത്, ടൂറൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നത്, ചുമ്മാ കുറച്ച് കാശ് കളയാന്നുള്ളതല്ലാതെ അവിടെയൊക്കെ പോകും. അല്ലെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര തണുപ്പ്. അന്നും ബാംഗ്ലൂരോ അങ്ങനെ എന്തോ, ബാംഗ്ലൂർ തന്നെ ആയിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ ഇവിടെയൊക്കെ പോയിട്ട് എന്ത് മെനക്കേടാണ്. പിന്നെ എനിക്ക് യാത്ര പണ്ടേ ഇഷ്ടമില്ല, എനിക്കിതൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വരുന്നൊന്നുമില്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് അങ്ങ് പറയുവാണ് എല്ലാവരും. എനിക്ക് താല്പര്യമില്ല, അല്ലാതെ വീട്ടിലെ പ്രശ്നമല്ല, എനിക്ക് താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ ഈ പറയുന്ന എമൗണ്ട് ഒരു 3000 5000 മാത്രമല്ല, നമ്മുടെ കയ്യിൽ അല്ലാണ്ടേയും പൈസ വേണം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാനാണെങ്കിലും ഒക്കെ നമ്മുടെ പൈസ കയ്യിൽ വേണം. അപ്പോൾ അതൊക്കെ കൂടെ ആലോചിച്ചപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോയാലും ശരിയാകത്തില്ല. പിന്നെ അവിടെ പോകാനായിട്ട് സ്വെറ്റർ, അത് ഇത് വേറെ ചപ്പ് ചവറുകൾ വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഇത് ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒഴിവായി കേട്ടോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ്, എന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നിനക്ക് ഇപ്പോൾ ഇത് പോകാൻ പറ്റുന്നു എന്ന് പറയുമ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നു. ഇപ്പം കുഞ്ഞിലാണ്, ഇപ്പം നിന്റെ പ്രായത്തിൽ ഇപ്പം തന്നെ എത്ര പേർക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ചിലർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യം കാരണം പോകാൻ പറ്റാത്ത പിള്ളേരില്ലേ. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നമ്മൾ റിയലൈസ് ചെയ്യുക, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റി, അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ വിഷമമൊക്കെ നമ്മൾ ബസ്സിൽ കയറുന്നവരേ ഉള്ളൂ. ബസ്സിൽ കയറി പാട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ വിഷമമൊക്കെ വേറെ എവിടെയെങ്കിലും പോകും. പ്രത്യേകിച്ച് എല്ലാം മറക്കും. സോ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പഴയ കാര്യം ആലോചിക്കാറുണ്ട്. അന്നേരം ഞാൻ ആലോചിച്ച പണ്ടത്തെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് മാക്സിമം ചിലവാക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു തരം പിശുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടായത് നമ്മുടെ അപ്പനമ്മമാരിൽ നിന്നാണ്. അതായത് എൻ്റെ അച്ചാച്ചി മാത്രമേ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. അച്ചാച്ചിയുടെ അമ്മച്ചിക്ക് ജോലിയൊന്നുമില്ല. സോ അമ്മച്ചി ഒരു കംപ്ലീറ്റ് പിശുക്കിയായിരുന്നു. അതായത് എന്ത് സാധനം വേണമെങ്കിലും പിശുക്കിയെ, ഈവൻ അമ്മ, അതിപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊന്നും എല്ലാ വീട്ടിലെ അമ്മമാർ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എണ്ണ യൂസ് ചെയ്യുവാണെങ്കിൽ, സവോള യൂസ് ചെയ്യുകയാണെങ്കിൽ, അരിയൊക്കെ എടുക്കുമ്പോൾ ഒക്കെ ഒരു കണക്കുണ്ട്. അല്ലാതെ ചുമ്മാ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ അരിയിട്ട് ആൾക്കാർക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് പുറത്ത് കളയുന്ന ആളാണ്. അമ്മ അങ്ങനെയൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ യൂസ് ചെയ്ത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോഴും അമ്മ ഒരു പിടുത്തമുണ്ട് എല്ലാ കാര്യത്തിനും, എല്ലാത്തിനും ഒരു കണക്കുണ്ട്. നമുക്കൊക്കെ ഒരു കണക്കും ഇല്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ നമ്മൾ പണ്ട് അമ്മയടുത്ത്, അമ്മ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇവിടെ പോകാം അവിടെ പോകാം എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, ലോട്ടറി എടുക്കട്ടെ, ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. പക്ഷേ ദ ഫൺ തിങ് ഈസ്, അമ്മ ലോട്ടറി എടുക്കാറില്ല. പക്ഷേ പറയുന്ന ഇതാണ്, അപ്പം അമ്മനെ എപ്പോഴും നമ്മൾ കളിയാക്കും, ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കാൻ കാത്തിരിക്കുന്ന ഒരാളാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കും ലോട്ടറി അടിക്കണേന്ന്. പക്ഷെ ദൈവം പറയും, എന്താണ്, നീ ആദ്യം ഒരു ലോട്ടറി എടു, എന്നിട്ട് നമ്മൾ വേണേ ലോട്ടറി അടിപ്പിച്ച് തരാം. അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മുടെ അമ്മച്ചി. അപ്പം അമ്മച്ചിയുടെ ഇൻഫ്ലുവൻസ് എനിക്ക് ഒത്തിരി ഉണ്ട്. തുടക്കത്തിലൊക്കെ ഞാനും അങ്ങനെ, എന്നെ കൊണ്ട് വീട്ടുകാർക്ക് അങ്ങനെ ഒരു വലിയ തലവേദന ഉണ്ടായിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ വാശി പിടിച്ച് എനിക്ക് അത് വേണം ഇത് വേണം, വാശിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൈക്കിളിനൊക്കെ വാശി പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സൈക്കിളിന് വാശി പിടിച്ചതും, രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നതും, അത് കഴിഞ്ഞ് പച്ചാച്ചി ആരുടെയൊക്കെ അടുത്ത് പോയിട്ട് കുറച്ച് ക്യാഷ് നിറച്ച് കൊണ്ടുവന്ന് എനിക്കൊരു സൈക്കിളൊക്കെ മേടിച്ചു തന്നെ. എനിക്കൊന്ന് എൻ്റെ 6ാം ക്ലാസ്സിലെങ്ങാണ്ടാന്ന് തോന്നുന്നു സൈക്കിൾ മേടിച്ചു തന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് അച്ചാച്ചി ഉച്ചവരെ ഞാൻ കഴിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് പുറത്തിറങ്ങി പോയിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോൾ അച്ചാച്ചിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ പിന്നീട് ഈ കുറേ വളർന്നതിന് ശേഷമാണ് അമ്മ പറയുന്നത്, അന്ന് ഒരാളുടെ അടുത്ത് പോയിട്ട് കാര്യം ഒന്ന് മറിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നുള്ളത്. കാരണം ബിസിനസ്സുകാരാകുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതങ്ങനെ. അപ്പം അച്ചാച്ചിയും അമ്മച്ചിയുടെയും ഒരു മണി സൈക്കോളജി അല്ലെങ്കിൽ ഫിലോസഫി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റാണ്. അച്ചാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കും,
അത് ഭയങ്കര ലാവിഷ് എന്നല്ല പറയുന്നത്, ഒരു അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ എന്ന് ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് നമ്മൾ, പക്ഷെ പുള്ളിയുടെ കേസിൽ പുള്ളി സേവിങ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പുള്ളി കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു. ഇപ്പം പെങ്ങന്മാരുടെ കല്യാണമാണെങ്കിലും വീട്ടിലെന്തെങ്കിലും ആവശ്യമാണെങ്കിലും നമ്മുടെ മക്കളുടെ എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടോ, അറിഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരും എന്നുള്ളതാണ്. അങ്ങനെ ഓർക്കുവാണെങ്കിൽ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ എൻട്രൻസിന് പോകണം. അപ്പോൾ എൻട്രൻസ് ട്യൂഷൻ എന്ന് എനിക്ക് പോകാൻ വയ്യ, പക്ഷെ ഞാൻ ബുക്ക് വെച്ച് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അച്ചാച്ചനെ കൊണ്ട് നിർബന്ധിച്ച് എൻട്രൻസിൻ്റെ ഗൈഡാണോ മറ്റേ ഗൈഡും ഇത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ബുക്കുണ്ടല്ലോ, ഇത്രയും തടിയം ബുക്ക്, അങ്ങനെ 3 ബുക്ക്, ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ 3 ബുക്ക് എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രീ ഡിഗ്രി സമയത്ത് കടന്ന് ബഹളം വെച്ച് ഒരു ബുക്കിന് 500 രൂപ കണ്ട, അങ്ങനെ 1500 രൂപ ആ സമയത്ത്, എനിക്ക് തോന്നുന്നൊരു 10-25 വർഷം മുന്നേ 1500 രൂപ ഞാൻ ഒറ്റയടിക്ക് അച്ഛനെ കൊണ്ട് ചെലവാക്കിപ്പിച്ച്. എന്നിട്ട് ആ ബുക്ക് ഇപ്പോഴും സ്മാരകം പോലെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിച്ച പോലില്ല. ആ ബുക്കിൻ്റെ വലിപ്പം കണ്ടപ്പോഴേ ഞാൻ തലയിറങ്ങി വീണെന്നുള്ളതാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ വിനായക സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു, പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ പോയിട്ടാണ് മേടിച്ചത്. അപ്പം അച്ചാച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചി എന്ത് സാധനമാണെങ്കിലും നമുക്ക് മേടിച്ചു തരും. അത് എവിടെന്നെങ്കിലുമൊക്കെ മറിച്ചും തിരിച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ അച്ചാച്ചി മേടിച്ചു തരും. അമ്മച്ചി നേരെ ഓപ്പോസിറ്റാണ്, എല്ലാത്തിനും ഒരു പിടുത്തമാണ്. അനാവശ്യമായ അമ്മച്ചിക്ക് സാരി വേണോ, വേണ്ട, ഒന്നും വേണ്ട, അങ്ങോട്ട് നമ്മൾ വേണോന്ന് ചോദിച്ചാൽ വേണ്ട, എടുത്തു കൊടുത്താൽ ഇറ്റ്സ് ഓക്കെ, സന്തോഷമാണ്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഇപ്പം ഡ്രസ്സോ വല്ലതും ഒക്കെ മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ എന്തിനാടി വാങ്ങിച്ചത്, എന്തിനാടി, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് അമ്മ ഇപ്പോഴും, ഒരു വ്യത്യാസവും ഇല്ല, എന്തിനാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അമ്മച്ചിക്ക് ക്രേസ് ഉള്ളൊരു സാധനം സ്വർണ്ണമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സ്വർണം ഉള്ള ആളൊന്നും അല്ല, പക്ഷെ എന്തെങ്കിലും അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് സ്വർണ്ണമാണ്. അത് കൂടുതലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് അമ്മ അത് കാണുന്നത്. കാരണം അത് മേടിച്ചാൽ പിന്നീട് നമുക്കൊരു ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും പണയം വയ്ക്കുമെങ്കിലും ചെയ്യാലോ എന്നുള്ളതാണ് അമ്മയുടെ ഒരു മണി മെന്റാലിറ്റി. അച്ചാച്ചിയുടെ നേരെ തിരിച്ച് നമ്മൾ ആസ്വദിക്കാനുള്ളതൊക്കെ ആസ്വദിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ, എനിക്കൊന്ന് ഞാൻ എനിക്ക് 3 വയസ്സെങ്ങാണ്ടുള്ള സമയത്ത് തന്നെ, എനിക്ക് 3 വയസ്സുള്ള സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ TV ഉണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊക്കെ വന്ന് TV കാണാനൊക്കെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജ്, പിന്നെ കുറേ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വാഷിംഗ് മെഷീൻ, ഇതൊക്കെ ആ ഒരു ലൊക്കാലിറ്റിയിൽ എന്തുവാണ് ആദ്യം തന്നെ മേടിക്കാനായിട്ട് അച്ചാച്ചി നോക്കിയിരുന്നു. അത് നമ്മുടെ ആവശ്യം എന്ന് കണ്ടിട്ടാണ്, അല്ലാതെ ഒരു ലാവിഷ് എന്നുള്ളൊരു അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അങ്ങനൊന്നുമല്ല. അത്യാവശ്യം അച്ചാച്ചിക്ക് ആഗ്രഹമുള്ള ബുള്ളറ്റ്, കാറ്, അതൊക്കെ അച്ചാച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു മിക്സ് ഓഫ് ആൾക്കാരാണ് എൻ്റെ പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു മണി മെൻറ്റാലിറ്റിയുടെ ഒരു ടേണിംഗ് പോയിന്റ് എത്തുന്നത്, ഞാൻ അത്രയും നാൾ അമ്മയുടെ ഒരു ഒരു ഹോൾഡിലാണ് ഞാൻ നിൽക്കുന്നത്. അച്ചാച്ചിയുമായിട്ട് ഈ പൈസാപരമായ കാര്യങ്ങളൊന്നും നമ്മളധികം ഇല്ലെങ്കിലും അമ്മയാണ് എപ്പോഴും ഇതിന് ഇത്ര വിലയാണ്, എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇതിന് ഇത്ര വിലയാണ്, അതിന് ഇത്ര വിലയാണ്, അത് നോക്കണ്ട, ഇത് വേക്കണ്ട, അങ്ങനെ ഒരു ഇത് നമ്മുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് തരുന്ന അമ്മച്ചിയാണ്. പക്ഷെ എൻ്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് കയ്യിൽ ക്യാഷ് കിട്ടുന്ന സമയം തൊട്ടാണ്. അതായത് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, ഏൺ ചെയ്ത് തുടങ്ങുന്ന ആദ്യത്തെ വർഷങ്ങളിലൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അത് കംപ്ലീറ്റ് ഞാൻ അച്ചാച്ചിക്ക് കൊടുക്കും. ഒന്നുമില്ല, 2000 രൂപ 3000 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കംപ്ലീറ്റ് അച്ചാച്ചിക്ക് കൊടുത്തു. എനിക്ക് തോന്നുന്നൊരു 8000 10,000 ഒക്കെ ആവുന്ന സമയത്താണ് എൻ്റെ കൺട്രോളിലേക്ക് എൻ്റെ ക്യാഷ് വരുന്നത്. ആ സമയമൊക്കെ അടുത്തപ്പോഴത്തേക്കും കല്യാണവും ഏതാണ്ട് അടുത്തു. അപ്പോൾ അന്ന് തൊട്ടാണ് നമ്മൾ ചിലവാക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മുടെ പൈസയില്ലേ, എനിക്ക് ഏതാണ്ട് മറ്റേ മരത്തിൽ കുലുക്കി ഇടുന്ന പൈസ ആണ് കയറുന്നത്. സോ എല്ലാ ആഴ്ചയും പോയിട്ട് ഡ്രസ്സ് എടുക്കും, ഞാൻ തന്നെ തയ്ക്കും, ഞാൻ തന്നെ ഇട്ടുകൊണ്ട് പോകും. ഡ്രസ്സ് മാത്രമല്ല, ബാഗ്, ചെരുപ്പ്, അതിലായിരുന്നു എനിക്ക് കൂടുതൽ ക്രേസ്. അപ്പം ഞാനിങ്ങനെ പൈസ കളയുമ്പോഴത്തേക്കും അമ്മച്ചി ഇങ്ങനെ പറയും, എൻ്റെ ദീപ ഇതിങ്ങനെ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുവാണ്, നീ ഒരു ചിട്ടി ചേര്, ഗോൾഡ് വാങ്ങിച്ചു വെക്ക്. അപ്പം പിന്നെ ഗോൾഡ് കോയിൻ വാങ്ങിക്കാൻ തുടങ്ങി, ചിട്ടി ചേരാൻ തുടങ്ങി. പിന്നെ അതൊരു ബാധ്യതയായി തീർന്നു കേട്ടോ. പക്ഷേ അത് നല്ലതായിരുന്നു, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പിന്നെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ അമ്മച്ചിയുടെ ഇൻഫ്ലുവൻസ് കുറേ കുറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുടെ വിഷുക്കല്ല, കുറച്ചും കൂടെ നമ്മൾ ലാവിഷ് ആവണം എന്നൊക്കെയുള്ള. പക്ഷെ നമുക്ക് ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര ലാവിഷ് അങ്ങനല്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് വേറൊരാൾ വരുന്നത്, ഹസ്ബൻഡ്. പുള്ളിയുടെ രീതികൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര ലാവിഷൊന്നുമല്ല, പക്ഷെ സംഭവം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ പുള്ളി എടുക്കത്തുള്ളൂ. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ലായിരുന്നു. അതായത് നമ്മൾ ഒരു ചെരുപ്പ് ഒരു 300 രൂപയ്ക്ക് എടുക്കുമ്പം ഇങ്ങേര് 1500-നും 3000-നും ഒക്കെ ചെരുപ്പ് എടുത്തിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ 3000-ന് ചെരുപ്പൊക്കെ ഇട്ട് എങ്ങനെ നടക്കാൻ പറ്റും ഈ പൊടി കൂടെ, മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളിയുടെ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ 3000-ൻ്റെ ഒരു ചെരുപ്പ് എടുത്താൽ പോലും നമ്മളത് വർഷങ്ങളോളം യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കറിയാം അത് ഒരു വർഷം മാക്സിമം, അത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പും അതിൻ്റെ കോലമൊക്കെ മാറുമ്പം പുള്ളി പുതിയ മേടിക്കും. ഈവൻ ഡ്രസ്സ് ആണെങ്കിലും അങ്ങനെയാണ് പുള്ളി വാങ്ങിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ 300 രൂപയുടെ ചെരുപ്പ് വാങ്ങിച്ചിട്ട് നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ കളഞ്ഞിട്ട് വേറെ ചെരുപ്പ് വാങ്ങിക്കാമല്ലോ. അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അതിപ്പോഴും മാറ്റമൊന്നുമില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്, നമുക്ക് തരുന്നൊരു കംഫർട്ടും വ്യത്യാസമുണ്ട്. ഡ്രസ്സിൻ്റെ കേസിലായാലും ഷൂസിൻ്റെ കേസിലായാലും ഡിഫറൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് യെസ് അതൊരു വാല്യുബിൾ സംഭവമാണ്. പക്ഷെ ഞാൻ പണ്ടേ മറ്റേ കച്ചറ ഇപ്പം അതിനൊരു വലിയ വിഷയമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പായിട്ട് ഞാനും കംഫർട്ടിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. സോ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പം അതിൻ്റെ പ്രൈസിനെക്കാട്ടിലും എനിക്കത് വേർത്തായിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പം കമ്മിങ് ബാക്ക്, പുള്ളിയുടെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഈ ചിട്ടി കുറച്ചും കൂടെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ക്യാഷിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കുറച്ചെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടിയത്. എങ്കിൽ പോലും ഞാനും പുള്ളിയുമായിട്ടുള്ള ക്യാഷിൻ്റെ ഡീലിങ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പുള്ളി എനിക്ക് ആ ഡിഫറൻസ് പറയാൻ പറ്റുന്നില്ല, കുറച്ചും കൂടെ കെയർ ഫ്രീ ആണ്. പക്ഷെ ഞാൻ പിന്നെയും ഒന്ന് പിടിച്ചും ഒക്കെയാണ് എൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒരു സേവിങ്സും സ്പെൻഡിങ്ങും എല്ലാം ഒരു ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? ഞാൻ ഒരിക്കലും കടം മേടിച്ചിട്ട് ഒരു സാധനം പോലും ഞാൻ വാങ്ങിക്കാറില്ല എൻ്റെ ലൈഫിൽ. പുള്ളി അങ്ങനല്ല. ഇപ്പം എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അച്ഛനെ പോലെ തന്നെ മറിച്ചിട്ടാണെങ്കിലും വല്ലയിടത്തും ചോദിച്ചിട്ടാണെങ്കിലും, പക്ഷേ പുള്ളി വാങ്ങിക്കുമ്പം ഭയങ്കരമായിട്ട് പിടിച്ചേ വാങ്ങിക്കത്തുള്ളൂ. അതായത് മാക്സിമം ഓഫേഴ്സ് നോക്കി മാക്സിമം സെയിൽ വരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് മേടിക്കുന്ന ഒരാളാണ് പുള്ളി. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം വേണമെങ്കിൽ അത് എൻ്റെ കൊക്കിൽ ഒതുങ്ങും എന്ന് എനിക്ക് തോന്നുവാണ്. പിന്നെ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എനിക്കത് വേണം, ആവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിരിക്കും. പിന്നെ സെയിൽ വരെ വെയിറ്റ് ചെയ്യുക, അതിനൊരു 1000 രൂപ കുറഞ്ഞു കിട്ടുമോ എന്ന് നോക്കുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. അപ്പം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതികൾ മാറി. നമ്മൾ ഷെയറിലോട്ടും മ്യൂച്വൽ ഫണ്ട്സും അതിനെ പറ്റിയൊക്കെ പഠിക്കാൻ തുടങ്ങി. ക്രിപ്റ്റോയിലൊക്കെ കൊണ്ട് കുറച്ച് പൈസ കളഞ്ഞു. അപ്പം എല്ലാം പഠിക്കാൻ തുടങ്ങി. പിന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു അമ്മച്ചിയുടെ ആ ഒരു പിശുക്കത്തരം നമ്മളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അതായത് എനിക്കൊരു സാധനം വേണമെങ്കിൽ വാങ്ങിക്കുക തന്നെ ചെയ്യും, അല്ലാതെ മറ്റേ ഇങ്ങനെ ചിലവാക്കുമ്പോൾ ഉള്ളൊരു ഉള്ളിലൊരു രാന്തലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പയ്യെ അലിഞ്ഞ് മാറാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഫുൾ കൺട്രോളാണ്. കൺട്രോൾ ഇൻ ദ സെൻസ് നമ്മൾ അമ്മച്ചിയുടെ കൂടെ നിൽക്കുമ്പം അമ്മച്ചി പറയുന്നത് നമ്മുടെ തലയ്ക്കകത്തിരിക്കും, ശരിയാണല്ലോ ഇങ്ങനെ. അതായത് ഗിൽറ്റാണ്. ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഗിൽറ്റ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒത്തിരി പോകുന്നുണ്ട്. പക്ഷെ പൈസ ഒത്തിരി പോയാൽ പോലും അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. വാങ്ങിക്കുന്നെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അത് ഇപ്പോൾ ബിജുവായിട്ട് നോക്കുവാണെങ്കിലും എനിക്കുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ വാങ്ങിക്കുന്നത് കുറവാണ്. പിന്നെ വാങ്ങിക്കാനാണെങ്കിൽ ഒത്തിരി റിസർച്ച് ചെയ്യും. ഞാൻ പിന്നെ അങ്ങനെയല്ല, ഒരു മീഡിയം ടൈപ്പ് ഓഫ് റിസർച്ച് എനിക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ കൂടുതൽ ഇഷ്ടങ്ങളും ഗാഡ്ജറ്റ്സ് ആണ്. ക്യാമറ, പിന്നെ ലാപ്ടോപ്പ്, പിന്നെ ഇപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഓവൻ, പിന്നെ ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ, അതിൻ്റെ തന്നെ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കിച്ചൺ അപ്ലയൻസസ് എന്തെങ്കിലും, അതുപോലെ എന്തെങ്കിലുമൊക്കെ. അതുപോലത്തെ മെഷീൻസിനോടാണ് എനിക്ക് അതായത് ഇപ്പം മസാജ് ചെയ്യുന്ന മെഷീൻ, അങ്ങനെയുള്ള സാധനങ്ങൾ കുത്തിയിരുന്ന് തപ്പി കണ്ടുപിടിച്ച് വാങ്ങിക്കാം. പിന്നെ ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു കൈവശം തന്നേക്കുന്നതാണ്. എനിക്ക് ഈ തുണി എത്ര കണ്ടാലും ഞാൻ ഇപ്പോഴും വാങ്ങിക്കും. ഞാൻ തന്നെ തയ്ക്കും, ബട്ട് തയ്ക്കാതെ അവിടെ വെച്ചേക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പിന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനം. അപ്പം എന്തുവാ, ഇതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാനൊരു പിശുക്കിയിൽ നിന്ന് എൻ്റെ അച്ചാച്ചിയുടെ ട്രെയ്റ്റ്സ് ഒക്കെ ഉൾക്കൊണ്ട് വന്നേക്കുന്ന, അതായത് അമ്മച്ചിയുടെ പിശുക്കത്തരത്തിൽ നിന്ന് മാറിയിട്ട് അച്ചാച്ചിനെ പോലെ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കും. പക്ഷെ ഞാൻ കടമൊന്നും, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുള്ളതല്ലാതെ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ വേറൊരാളുടെ വീട്ടിൽ ഇന്ന സാധനം ഉണ്ട് അതുകൊണ്ട് എനിക്കത് വേണം, വേറൊരാളുടെ കയ്യിൽ അതുണ്ട് അതുകൊണ്ട് എനിക്ക് വേണം, അങ്ങനൊരു സംഭവം എനിക്കില്ല. അതായത് ഇന്നയാളുടെ വീട്ടിൽ ഇതുപോലത്തെ കണ്ടതുകൊണ്ട് എനിക്ക് വേണം, അങ്ങനൊരു ചിന്ത എനിക്കില്ല. എനിക്ക് എൻ്റെതായ കുറേ ലിസ്റ്റ് ഓഫ് വിഷസ് ഉണ്ട്, അതനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കും. അതെനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കും. അല്ലാതെ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നൊരു പരിപാടി എനിക്കില്ല. അങ്ങനെ ആയിരുന്നാൽ ഞാൻ മുടിഞ്ഞു പോയാനെ. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഞാൻ മുടിഞ്ഞിരിക്കുകയാണ്. കാരണം എൻ്റെ ഫ്രണ്ട് എന്നെ പറയുന്നതാണ്, സാധാരണ ആൾക്കാർ ജോലി കിട്ടിയിട്ട് രാജിവെക്കാമെന്ന് പറയുന്ന പോലെയാണ് കുറച്ച്
ക്യാഷ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് EMI സാധനം വാങ്ങിക്കാൻ. അതായത് ഞാൻ വാങ്ങിക്കുന്ന ക്യാമറയുടെയൊക്കെ വില നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത്. ഇപ്പം ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ആയിരുന്ന സമയത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോട്ടിവേഷൻ ടു കണ്ടിന്യൂ ദ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു EMI എടുത്തിട്ടുണ്ടാവും. അത് പക്ഷേ ഈ പറയുന്ന പോലെ വലിയ ഹൗസിംഗ് ലോൺ ഒന്നുമല്ല, ഒരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ 4 മാസത്തേക്കോ ഉള്ള ഒരു EMI ആയിരിക്കും എടുത്തേക്കുന്നത്. അതിൻ്റെ മോട്ടിവേഷനിലാണ് ഞാൻ മുന്നോട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊന്ന് ഞാൻ ജോലി കിട്ടിയിട്ട് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സാധനവും ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടില്ല എന്ന് വേണം പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡ്രസ്സ് വാങ്ങിക്കാറുണ്ട്, എങ്കിൽ പോലും ക്രെഡിറ്റ് കാർഡ് ബില്ലും അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. അതൊരു റോളിങ്ങിലാണ് ഞാൻ പോകുന്നത്. അതായത് എനിക്ക് ഈ മാസം വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഏകദേശ ധാരണ വെച്ച് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് മേടിച്ച് അങ്ങ് പോകും. അപ്പോൾ എന്തിനാണിത് പറഞ്ഞു വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഓഫ് മണി, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി ഓഫ് മണി, അല്ലെ ഫിലോസഫി ഓഫ് മണി, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ കുഞ്ഞിലെ വളർന്നു വന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കാരണം നമുക്ക് ആദ്യമൊക്കെ ക്യാഷിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീടാണ് നമ്മൾ ക്യാഷിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യണം, അതിനെ നമ്മൾ പേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി വന്നതിന് ശേഷം ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരെ ആദ്യമേ ഈ പൈസ എന്ന് പറയുന്ന ഒരു പേടി അവർക്ക് ഉണ്ടാവരുത്. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, അവർക്ക് ക്യാഷ് കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൂടുതൽ കൊടുത്തിട്ടാണ് ഞാൻ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം കയ്യിൽ ക്യാഷ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5000 രൂപ കയ്യിലുണ്ടെങ്കിൽ ബാഗും കൊണ്ട് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പേടിയുള്ള ആൾക്കാരാണ് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, കൂടുതലും സ്ത്രീകൾ. അപ്പം അത് 5000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര വലിയ എമൗണ്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. യെസ്, കള്ളന്മാരുടെയൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പം നമുക്കെല്ലാം ഡിജിറ്റലാണല്ലോ. പക്ഷെ പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റ്, കാരണം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്താണ്. ഞാൻ പറഞ്ഞില്ല, അമ്മ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ എത്ര ലാവിഷ് ആവരുത് എന്ന് പറഞ്ഞ് വളർത്തുമ്പം നമുക്ക് പിന്നീട് ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗിൽറ്റ് ഉണ്ട്. അമ്മേനെ വിളിച്ച്, അമ്മ ഞാനിത് മേടിച്ചു, അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അമ്മേനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ പാർട്ടുണ്ടായിരുന്നു കുറേ നാൾ. അതിനുശേഷം പിന്നെ കണ്ണുടച്ച് പോകുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, വാങ്ങിക്കുന്നു, അങ്ങനെ ഒരു രീതിയായി. അത് നല്ലതെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ഏൺ ചെയ്ത് വേറെ ആരുടെയും പോയിട്ട് കടം മേടിച്ചിട്ടോ അല്ലെ വേറെ ആരുടെയും ഓസിയോ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഏൺ ചെയ്ത് നമ്മൾ ലാവിഷായിട്ട് തന്നെ ജീവിക്കണം. തുപ്പൽ തൊട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ഉണ്ടാക്കി വെക്കണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ എക്സ്പീരിയൻസ്, കോൺഫിഡൻസ്, പിന്നെ വേണ്ടുന്ന എഡ്യൂക്കേഷൻ, ബാക്കി അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കണം. അപ്പം അത് നമ്മൾ പിള്ളേർക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നത് പിള്ളേർ ലാവിഷായി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. സോ എൻ്റെ ഒരു പാരന്റിങ് സ്റ്റൈലിൽ മിക്സ് ഓഫ് എൻ്റെ അമ്മച്ചി ആൻഡ് അച്ചാച്ചി വരുന്നുണ്ട് ഇതിനിടയ്ക്ക്. അത് പ്രെഡിക്റ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേർ കൺഫ്യൂസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂടുതൽ പരിപാടികൾ ഞാനിപ്പോൾ അന്നയിലാണ് പ്രയോഗിക്കുന്നത്. ആനി അത്രയും വലുതായിട്ടില്ല, ബട്ട് അതാണിപ്പോൾ എൻ്റെ ഒരു പാരന്റിങ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോഴത്തെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഒരു മിഡിൽ ഗ്രൗണ്ടിൽ കൂടെ പോവുക. അമ്മയുടെ പോലെ അത്ര പിശുക്കിയാവുന്നില്ല, അച്ചാച്ചിനെ പോലെ ഓവർ ലാവിഷും ആവുന്നില്ല. അച്ചാച്ചി ഓവർ ലാവിഷ് ആണെന്നല്ല പറയുന്നത്, അച്ചാച്ചിക്കും ഈ പറയുന്ന അച്ചാച്ചിയുടെ ഒരു സ്വഭാവം തന്നെയാണ് എൻ്റെത്. ഓവർ ലാവിഷ് ആവുന്നില്ല, ഒരു ഭയങ്കരമായ പിശുക്കിയാവുന്നില്ല, അതായത് ജീവിക്കാൻ മറന്നു പോകുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷ് നമ്മൾ അത്യാവശ്യം സേവ് ചെയ്യുക, ബാക്കി അടിച്ചു തീർക്കുക എന്നുള്ളതാണ് ഒരു മെൻറ്റാലിറ്റി. അല്ല പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ ഒരു ദിവസം ഒരു വണ്ടി വന്നിടിച്ചാൽ തീരുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ നമ്മൾ ജീവിക്കാൻ മറന്നുപോയെന്ന് വിചാരിക്കരുതല്ലോ. സോ ആവശ്യം വേണ്ടുന്ന സേവ് ചെയ്യുക, ബാക്കി എൻജോയ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ ഒരു ഫിലോസഫി. നിങ്ങളുടെ ഫിലോസഫി എന്താണ്? പറയാം. ബൈ.